ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലെയും നിറസാന്നിധ്യങ്ങളാണ് അമാനുഷിക ശക്തികളും ഐതിഹാസിക കഥകളും. കേരളീയ അമാനുഷിക സങ്കല്പങ്ങളുടെ മുഖമുദ്രയായി മാറിയ മാടൻ മറുത സങ്കല്പത്തിൻ്റെ ഉത്ഭവം കേരളത്തിലല്ല എന്നത് കൗതുകകരമായ വസ്തുതയാണ്. പ്രാചീന മനുഷ്യർ പ്രകൃതിയോട് വളരെയധികം ഇണങ്ങിച്ചേർന്ന ജീവിതം നയിച്ചവരായിരുന്നല്ലോ. അതിനാൽ തന്നെ അവരുടെ വിശ്വാസങ്ങളും അപ്രകാരമുള്ളതായിരുന്നു. പ്രകൃതിയുടെയും വനങ്ങളുടെയും അതിദേവതകളായി അവർ പലതരം ദേവതാ സങ്കല്പങ്ങളെ ആരാധിച്ചു വന്നു. മാടൻ മറുത എന്നത് ഈ ആധുനിക കാലത്ത് തമാശ രൂപേണ പറയുന്ന പ്രയോഗങ്ങളായി മാറിയിരിക്കുന്നു. പലരെയും കളിയാക്കാൻ വേണ്ടിയാണ് ഈ പേരുകൾ നമ്മിലധികം പേരും ഇന്ന് കൂടുതലായി പ്രയോഗിക്കുന്നത്. എന്നാൽ പഴയ തലമുറയിൽപ്പെട്ടവർക്ക് മാടനും മറുതയും ഭയപ്പെടുത്തുന്ന ഏടുകളാണ്. ആരാണ് മാടൻ അഥവാ മാടൻ തമ്പുരാൻ? മഹാനടൻ എന്നാണ് മാടൻ്റെ വിശേഷണം. ആരാണ് മഹാനടനമാടുന്നത്? ആരാണ് ഈ പ്രപഞ്ചത്തെ കാത്തു രക്ഷിക്കുന്നത്? ആ മഹാനടനമാടുന്നയാളെ മഹാനടൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് മാടൻ എന്നായി മാറുന്നു. മറ്റൊരു സന്ദർഭം പരിശോധിച്ചാൽ ശിവനും പാർവതിക്കുമുണ്ടായ പുത്രനാണ് മാടൻ. ഒരിക്കൽ പാർവതീദേവി മഹാദേവനോട് പറയുകയുണ്ടായി, എനിക്ക് അങ്ങയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുത്രനെ വേണം, അതിന് അങ്ങ് അനുഗ്രഹിക്കണം. പണ്ട് ഭൃഗുമഹർഷി പാർവതീദേവിയെ ശപിച്ചിരുന്നു, നിനക്ക് സ്വന്തമായി പ്രസവിക്കാൻ കഴിയാതെ പോകട്ടെ എന്ന്. അതുകൊണ്ട് ശിവപാർവതിക്ക് നേരിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാതെയായി. അതിനാൽ ദേവിയുടെ അഭ്യർത്ഥന കേൾക്കുന്ന മഹാദേവൻ ആഗ്രഹ സാഫല്യം നൽകാമെന്ന് സമ്മതിച്ചു. എന്നാൽ അങ്ങനെയുണ്ടാകുന്ന പുത്രൻ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയും വീരശൂരപരാക്രമിയുമായിരിക്കുമെന്ന് ഭഗവാൻ അരുൾ ചെയ്തു. ദേവി അത് സമ്മതിക്കുന്നു. പ്രദോഷം നടക്കുമ്പോൾ കൈലാസത്തിലെ 1000 കാൽ മണ്ഡപത്തിലെ 32-ാം കൽത്തൂണിന് സമീപം ദേവി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചിരിക്കണമെന്നും അപ്രകാരം ചെയ്യുമ്പോൾ ദേവിക്ക് പുത്രനെ ലഭിക്കുമെന്നും മഹാദേവൻ പറയുന്നു. പ്രദോഷ സമയം വൈകിട്ട് 6 മുതൽ 6:30 വരെയാണ്. അങ്ങനെ പ്രദോഷ സമയത്ത് പാർവതീദേവി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചിരിക്കുമ്പോൾ മഹാദേവൻ്റെ കണ്ണിൽ നിന്നും ഒരു തീഗോളം ദേവിയുടെ മടിയിൽ വന്നു പതിച്ചു. അത് പതിച്ച നിമിഷത്തിൽ മഹിമയേറിയ ഒരു ശിശു ജനിച്ചു. അതായിരുന്നു മാടൻ. ദ്രാവിഡ പൂജാ സങ്കല്പങ്ങൾ മാറി ബ്രാഹ്മണ പൂജാരീതി കടന്നു വന്നപ്പോൾ മാടൻ്റെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ശിവക്ഷേത്രങ്ങളായി മാറി. ശബരിമലയിൽ കറുപ്പ് സ്വാമി എന്ന പേരിൽ ആരാധിക്കുന്നതും തമിഴ്നാട്ടിൽ കറുപ്പയ്യ എന്ന പേരിൽ ആരാധിക്കുന്നതും മാടനെയാണ്. പണ്ട് കാലത്ത് ജാതി പ്രശ്നങ്ങൾ നടന്നിരുന്ന സമയത്ത് സാധാരണക്കാരുടെ കാവലാളായിരുന്നു മാടൻ. മറുത എന്ന് പറയുമ്പോൾ ഏതോ ഒരു ഭീകരരൂപമാണ് മനസ്സിൽ വരിക. ശരിക്കും ആഴത്തിൽ അർത്ഥം മനസ്സിലാക്കുമ്പോൾ മറുത എന്ന വാക്കിന് മറുതായ് എന്നാണ് അർത്ഥം. അതായത് മറ്റൊരമ്മ, സ്വന്തമമ്മ, പെറ്റമ്മ, പിന്നെ പരദേവത, കുലദേവത, അതുകഴിഞ്ഞാൽ ഇനി ഒരുത്ത, അതാണ് മറുതായ്.